കേരളത്തിലെ കോൺഗ്രസിനെയും UDFിനെയും രക്ഷിക്കാൻ കെ.സി. വേണുഗോപാൽ പ്രാപ്തനാണെന്ന് ഒന്നടങ്കം ചർച്ച ചെയ്ത ദിവസങ്ങളാണ് കടന്നുപോയത്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ UDFിന് കേരളത്തിൽ ഭരണം ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണുള്ളത്. മടുത്തും വെറുത്തും ജനങ്ങൾക്കൊരു ബാധ്യതയായി നിൽക്കുന്ന ഒരു സർക്കാരിനെ എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കണമെന്ന് വലിയൊരു വിഭാഗം ചിന്തിക്കുമ്പോൾ അതിന് പ്രതിപക്ഷം കൂടി മുൻകൈയെടുക്കണം. പക്ഷേ അവരിലും വിശ്വാസമില്ലാത്തൊരു തരത്തിലായിട്ടുണ്ട് കേരളത്തിൻ്റെ അവസ്ഥ. ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിലെ അവരുടെ കെണിയിൽ വീഴുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെയാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ CPMൽ അതില്ല. അവർ പാർട്ടിയുടെ തീരുമാനത്തെ ശിരസ വഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ സമരങ്ങൾ നയിച്ചാലും പലപ്പോഴും നാഥനില്ല കളരി പോലെയാകുകയാണ് കോൺഗ്രസ്. എന്നാൽ കെ.സി. വേണുഗോപാലിൻ്റെ വാക്കുകൾ വളരെ പക്വതയുള്ളതായതുകൊണ്ട് ആ വാക്കുകൾ കേട്ട് കേരളം തന്നെ കുലുങ്ങി എന്ന് തന്നെ പറയാം. സാധാരണ ആ രീതിയിൽ കാണാറില്ലാത്ത കെ.സി. വളരെ അനിവാര്യമായൊരു സമയത്താണ് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പച്ചയ്ക്ക് വെല്ലുവിളിച്ചത്. ഷാഫി പറമ്പിൽ എന്ന നേതാവ് വെറും ഒരു നേതാവ് മാത്രമല്ല, അദ്ദേഹം ഒരു ലോകസഭ MP ആണ്, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്, അതുപോലെ കേരള യുവത്വത്തിൻ്റെ മുഖമാണ്. അങ്ങനെ ഒരു നേതാവിനെ പച്ചക്ക് തല്ലി പരിക്കേൽപ്പിച്ചിട്ട് ന്യായം പറയുന്ന പോലീസിനെയും സർക്കാരിനെയും അവരെ നിലക്ക് നിർത്തിയില്ല എങ്കിൽ അത് കോൺഗ്രസ് നേരിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കുമെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിലും അത് കെ.സി. നന്നായി മനസ്സിലാക്കിയിരുന്നു. അതാണ് രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത്. വെറുതെ സ്ഥാനത്തിന് വേണ്ടി നടത്തുന്ന തന്ത്രങ്ങളല്ല പാർട്ടിക്ക് വേണ്ടത്. എതിരാളികളെ നേരിടാനുള്ള സാമർഥ്യവും അവസരത്തിനൊത്തുള്ള ആക്രമണങ്ങളുമാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത്. അതിനുള്ള രാഷ്ട്രീയ പാടവം സ്വായത്തമാക്കാതെ വെറുതെ ഗ്രൂപ്പും കളിച്ച് നടന്ന് പ്രസ്ഥാനത്തെ തകർക്കുന്നവർ ഒന്ന് കാണണം കെ.സി. വേണുഗോപാൽ എന്ന നേതാവിൻ്റെ തീ തുപ്പുന്ന രാഷ്ട്രീയ നീക്കം. ഷാഫി പറമ്പിലിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴും കേരളത്തിലെ മറ്റു കോൺഗ്രസ് നേതാക്കളെല്ലാം ഇടപെടൽ പോരാ എന്ന് കാണുമ്പോൾ കെ.സി. ഓടിയെത്തി ഇവിടെ ഇറങ്ങി. അതുപോലെ കൂത്തുപറമ്പിലെ വെടിവെപ്പുകാരൻ റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കിയപ്പോഴും തക്ക സമയത്തെത്തി അതിൻ്റെ എല്ലാ വിവരങ്ങളും കണ്ണൂരിലെ സഖാക്കളെ അറിയിച്ചതും അടക്കം CPMൻ്റെ അടിവേരിളക്കാൻ കഴിയുന്ന ചാണക്യതന്ത്രം അത് കെ.സി.യുടേത് മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം കളം നിറഞ്ഞ് കളിച്ചാൽ പിണറായി സർക്കാരിൻ്റെ പൊടി പോലും ഇവിടെ കാണില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് UDF പ്രവർത്തകരും നേതാക്കളും. ഏറ്റവും അവസാനമായി അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് വെല്ലുവിളിച്ചതോടെ റൂറൽ SP തന്നെ പേടിച്ച് വിറച്ച് താൻ പറഞ്ഞത് തിരുത്തി പറയുന്നത് നമ്മൾ കണ്ടു. അതായത് ശക്തമായ നിലപാടുള്ളൊരു നേതാവ് തനിക്ക് കഴിയുമെന്നുറപ്പിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതോടെ കേരളത്തിലെ ഇന്നത്തെ ഭരണ സംവിധാനം കീഴടങ്ങി തുടങ്ങി എന്നതാണ് ഇപ്പോൾ നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം അദ്ദേഹം സർക്കാരിന് നൽകിയ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് നൽകിയ ചില താക്കീതുകളും മുന്നറിയിപ്പുകളും നമുക്ക് കേട്ടുനോക്കാം. ഇതാണ് കേരളത്തിലെ UDF ആഗ്രഹിക്കുന്ന നേതാവ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവീണിനോട് അവിടെ 50 പേര് ആയുധങ്ങളായിട്ട് നിൽക്കുകയാണ്. അവിടെ ഈ ശക്തിയുണ്ട്, അവിടെ ഈ കുറുവടിയുണ്ട്. അപ്പൊ ഈ ജാഥ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം DCC പ്രസിഡന്റിന്. ഉളുപ്പുണ്ടോ കാക്കിക്കുപ്പായിട്ട് നടക്കാൻ? ഉളുപ്പുണ്ടോ? നിങ്ങൾ സംരക്ഷണം കൊടുത്തൊരു ജാഥ നടപ്പിലാക്കുന്നതിന് ആരെങ്കിലും എതിർക്കുന്നില്ലെങ്കിൽ 50 പേരുണ്ടെങ്കിൽ ഇവിടെയാണോ കാവല് വേണ്ടത്? അല്ല 50 പേർക്കാണോ നിങ്ങൾ കാവൽ നടത്തേണ്ടത്? ആ 50 പേരെയും അറസ്റ്റ് ചെയ്ത് ഈ ജാഥ നടത്താൻ സുഗമമായ അവസരം ഒരുക്കേണ്ട പോലീസ് 50 പേരെ കാണിച്ച് ഞങ്ങളെ ആളെ പേടിപ്പിക്കുകയാണ് ചെയ്തത്. വൈകുന്നേരം ഞാൻ കേട്ടു ഒരു SP പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല, ഞങ്ങൾ MPയെ ആക്രമിച്ചിട്ടേ ഇല്ല. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ കാണും. 6 മാസം കഴിഞ്ഞാൽ, ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മിസ്റ്റർ ബൈജു നിങ്ങളെ ഞങ്ങൾ കാണും. എല്ലാ നിയമലംഘനങ്ങൾക്കെതിരായിട്ടുള്ള നിങ്ങളുടെ ഈ നടപടി, എല്ലാ മര്യാദകളും കാറ്റിൽപ്പെടുത്തുന്ന നിങ്ങളുടെ ഈ നടപടി
ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിന് സംശയം വേണ്ട. ഇത്രയും ഭീകരമായ ഒരു പോലീസ് ഒരു ഭാഗത്ത് പക്ഷം ചേർന്ന് ഒരു പാർലമെന്റ് മെമ്പറെയും നേതാക്കളെയും തല്ലിച്ചതക്കുന്നത് കണ്ടാൽ, ഇത് പറയാതെ ഇവിടുന്ന് പോയാൽ ഞാൻ ഒരു സാധാരണ പ്രവർത്തകനല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് അക്രമം കണ്ടതാണ്, പോലീസുകാരുടെ ഇവരെ നോക്കിയതാണ്, എത്രയോ ഭീകരമായ അക്രമങ്ങൾ നേരിട്ടവരാണ്. ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കണ്ട. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, യൂണിഫോമിന്റെ പവിത്രതയുണ്ട്, പാരമ്പര്യമുണ്ട്. ആ യൂണിഫോം ഇട്ടിട്ട് ഏമന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി ഈ സുഖിപ്പിക്കുന്നവരെല്ലാം അഴിമതി നടത്തുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവന്റെ അഴിമതി മറച്ചു പിടിക്കാനാണ് ഈ സുഖിപ്പിക്കൽ, ഓവർ സുഖിപ്പിക്കൽ നടത്തുന്നത്. അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ എംപിക്ക് നേരെയും നേതാക്കന്മാർക്കെതിരെയും കുതിര കയറിയാൽ നിങ്ങൾക്കറിയും ഷാഫി ആരാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്, UDF എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് ചിലരുണ്ടിപ്പോ, ചില പോലീസ് നിയമന്മാരുണ്ട്, കേസുകാരെ കിട്ടിയ അപ്പൊ തന്നെ നേരെ ചവിട്ടുക, തല്ലുക. യൂത്ത് കോൺഗ്രസ്സുകാരെ കിട്ടിയാൽ MSFമാരെ കിട്ടിയ ചെയ്യുക. ഇത് ചില പോലീസുകാരുണ്ടിപ്പോ. മക്കളെ, ഒരു കാര്യം പറഞ്ഞേക്കാം, കേരളമാണിത്. ഇത് CPMന്റെ അവസാനത്തെ ഭരണമാണ് ഈ ഭരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം കണക്ക് തീർത്ത് ചോദ്യം ചോദിക്കുന്ന കാലമുണ്ടാവും. അതുകൊണ്ട് മര്യാദക്ക് അവനവന്റെ കാക്കി കുപ്പായത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് പ്രവർത്തനം നടത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.